ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ITSR കാസ്റ്റ്. ഈ ഒരു AI കാലഘട്ടത്തിൽ എന്ത് പഠിച്ചാലാണ് ജോലി കിട്ടുക? ഒരു IT കരിയർ നോക്കുന്ന ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു കരിയർ ഡയറക്ഷൻ വേണ്ടവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. So, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സാറിനോട് ചോദിച്ചു മനസ്സിലാക്കാം. So, we have Dr. Mendes Dekar. He is an academician with over 35 years of experience. He is MD and CEO of IPSO Solutions Limited, the Director of Valiant Technologies, UK, USA and Canada. He is also the Head of MCA Department at Marine College, Kuttikkanam. So, welcome sir to the discussion. Yo. ഈ ഒരു AI കാലഘട്ടത്തിൽ IT ജോലിയിൽ വന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ ChatGPT പുറത്തിറങ്ങിയ മുതൽ ഒരു വർഷമായിട്ട് കേൾക്കുന്നതാണ് AI എല്ലായിടത്തേക്കും വരുന്നു. നേരത്തെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, റോബോട്ട്സ് ഒക്കെ വന്നു തുടങ്ങി നമുക്കറിയാം. ഇന്ന് അതല്ല, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാ പ്രൊഫഷണൽസും AI യൂസ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വരിക. ഇപ്പോൾ മാർക്കറ്റിംഗ് ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ടീച്ചേഴ്സും AI യൂസ് ചെയ്യണം. ഇപ്പോൾ IPSR ഒരു questionpaper.ai എന്ന് പറയുന്ന ഒരു AI പ്ലാറ്റ്ഫോം തന്നെ ഡെവലപ്പ് ചെയ്ത് ടീച്ചേഴ്സിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അസസ്മെൻറ്റ്സ് ഒക്കെ നടത്താൻ വേണ്ടി പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും AI ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു അവരുടെ ജോലി സ്ഥലങ്ങളിൽ, അതുപോലെ മറ്റ് ആപ്ലിക്കേഷനിൽ AI ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഇന്ന് IT മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. AI വന്നതുകൊണ്ട് തനിക്ക് ജോലി കിട്ടുമോ അല്ലെങ്കിൽ തൻ്റെ ജോലി പോകുമോ എന്നൊരു ഡൗട്ട് പലർക്കുമുണ്ട്. സോ ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? സാധാരണ ഒരു ടെക്നോളജിക്കൽ ഡിസ്റപ്ഷൻ നടത്തുമ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു ഡിസ്റപ്ഷനാണ് നടക്കുന്നത്. അങ്ങനെ ഒരു ഡിസ്റപ്ഷൻ നടക്കുമ്പോൾ ചില ഏരിയ ഡൗൺ ആവും, ചില ഏരിയ എമർജ് ചെയ്ത് വരും. ഇന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് AI ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ ഒരു ടെക്നോളജി ഇനി നമുക്ക് മുമ്പോട്ട് പോകത്തില്ല. ഇപ്പോൾ പ്രോഗ്രാമിങ്ങിലാണെങ്കിലും എല്ലായിടത്തും AI അറിയാവുന്നവർ അല്ലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി ഒരു ഐഡിയ ഉള്ളവർക്കേ അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. IPSRൽ ഇപ്പം നടത്തുന്ന പല കോഴ്സുകളും ഏറ്റവും ഹോട്ടായിട്ടുള്ള ഒരു ഏരിയ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട്, കാരണം AI റെവല്യൂഷൻ വന്നതോടുകൂടി ചില ജോബ്സ് ഇല്ലാതാവുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏറ്റവും ഹോട്ടായിട്ടുള്ള ചില ഏരിയയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിലൊന്ന് സൈബർ സെക്യൂരിറ്റിയാണ്. നമുക്കറിയാം AI ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ AI വരുന്നതോടുകൂടി കൂടുതൽ സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട് രാജ്യങ്ങൾക്കുണ്ട്, അതുപോലെ തന്നെ ഓർഗനൈസേഷനുണ്ട്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി എമർജ് ചെയ്യുന്ന ഒരു ഏരിയയാണ്, അവിടെ AI ഇൻ്റഗ്രേഷനും വേണം. അതോടൊപ്പം തന്നെ ക്ലൗഡ്, ഡെവോപ്സ്, ഓട്ടോമേഷൻ ഇങ്ങനെയുള്ള ഏരിയകളിൽ ഇന്ന് AI ഇൻ്റഗ്രേഷൻ നടക്കുന്നുണ്ട്. കൂടുതൽ എമർജ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവിടെയാണുള്ളത്. IPSR ഇന്ന് ഒരു ട്രെയിനിങ് മേഖലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഇതൊക്കെയാണ്. സോ സാറ് പറയുന്നത് സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ്, ഡെവോപ്സ് പോലെയുള്ള ഹോട്ട് ടെക്നോളജീസിൽ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ AI കാലഘട്ടത്തെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവിടെയാണ് ഉള്ളത് എന്നാണ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള ഈ ഒരു ഹോട്ട് ടെക്നോളജിയിൽ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ കോഴ്സ് എടുത്തതുകൊണ്ട് മാത്രം ഒരു കാൻഡിഡേറ്റിന് ജോലിയിൽ കയറാൻ സാധിക്കുമോ? അറിയാം, ഇപ്പോൾ AI വന്നതോടുകൂടി ജോബ്സിൻ്റെ എണ്ണം കുറഞ്ഞു, എന്നാൽ ക്വാളിറ്റി ഓഫ് ജോബ്സ് ഇംപ്രൂവ്ഡ് ആയി. വെച്ചാൽ നമ്മുടെ ഒരു കാൻഡിഡേറ്റിനെ ഒരു കമ്പനി റിക്രൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ കിട്ടാനാണ് അവർ നോക്കുക. പിന്നെ റിസഷൻ്റെ ഒരു ടൈം കൂടെയാണ് അറിയാം, ഇപ്പോൾ വാറൊക്കെ നടക്കുന്നതുകൊണ്ട് എക്കണോമിക് റിസഷനുള്ള ഒരു സമയമാണ്. അപ്പം അങ്ങനെ വരുമ്പം ഈ കമ്പനീസിന് ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ കിട്ടണമെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു നോളജ് മാത്രമല്ല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രാക്ടിക്കലായിട്ട്, വാട്ട് ദേ ക്യാൻ ഡു. സോ ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ വരുമ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് കോഴ്സ് മാത്രമല്ല, നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ IPSR ഒരു IT കമ്പനിയാണ്, നമുക്ക് മറ്റ് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പം നമ്മുടെ ആ ഒരു എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും ഈ സ്റ്റുഡൻസിലേക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. അത് ലൈവായിട്ടുള്ള ടാസ്കുകളാണ് അവർക്ക് ചെയ്യാൻ പറ്റുക. UK നമ്മൾ വാലിൻ വഴി അത് ചെയ്യുന്നു. US കാനഡയിലും അഗെയിൻ അവിടെ നമ്മുടെ വാലിൻ നമ്മുടെ സബ്സിഡിയറി കമ്പനിയുണ്ട്. അപ്പം ഈ ഒരു ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നതോടുകൂടി സ്റ്റുഡൻസിന് കിട്ടുന്ന ഒരു ലൈവ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവരൊരു ഇൻ്റർവ്യൂവിന് അവിടെ ചെന്ന് കഴിയുമ്പം അവർക്ക് അവർ ചെയ്ത വർക്ക് അവർക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്കത് നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ കൺവിൻസിങ് ആയിരിക്കും അവരുടെ ഇൻ്റർവ്യൂവിൽ അവർക്കൊരു ജോബിലേക്ക് കയറാനായിട്ട് കൂടുതൽ സാധ്യത അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് കൂടെ ചേർത്താണ് നമ്മളിപ്പം കൂടുതൽ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. സ്റ്റുഡൻസും അങ്ങനെ തന്നെയാണ് അത് ചൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്ലസ് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ് ഡ്യൂറേഷൻ, അതിൻ്റെ മോഡ് ഓഫ് ഡെലിവറി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ ഓൺലൈനാണ്, കാരണം നമുക്ക് സ്റ്റുഡൻസ് ഇപ്പം ഗ്ലോബലായിട്ട് എല്ലാ കൺട്രീസിൽ നിന്നും നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്.
പ്രത്യേകിച്ച് UK എന്നൊക്കെ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. അവിടെ പഠിക്കാൻ പോയവർ അവർക്കൊരു ജോബിലേക്ക് എത്താനായിട്ട് നമ്മൾ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ വർക്കാണെങ്കിലും നമുക്കറിയാം, ഇപ്പം നമ്മുടെ ടീം മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാവരും തന്നെ കൂടുതൽ പേരും വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം മോഡലിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ IT-ൽ അങ്ങനെ ഫിസിക്കലായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും അല്ലെ ഫിസിക്കലായിട്ടുള്ള വർക്ക് എന്നുള്ള ആ കാലം കഴിഞ്ഞു. അതുകൊണ്ട് ഓൺലൈനാണ് കൂടുതൽ പേരും അറ്റൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ പറയുകയാണെങ്കിൽ ഒരു 3 to 1 year വരെ ഈ കോഴ്സ് എടുത്ത് പഠിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരു 3 months കൊണ്ട് ഒരു കോഴ്സ് തീർന്നു കഴിഞ്ഞാൽ ഒരു ഇൻറ്റേൺഷിപ്പ് അവർ ചിലപ്പോൾ ജോയിൻ ചെയ്യാം. ചിലരൊരു 1 year വരെ അത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. കാരണം അവർ അടുത്ത ലെവലിലേക്ക്, ഇപ്പം ഒരു ഒരു കോഴ്സ് മാത്രമല്ല, ഒരു ആർക്കിടെക്ട് ലെവലിലേക്കൊക്കെ പഠിക്കുന്നവരുണ്ട്. ഒരു 1 year ഒക്കെ വരും. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അവർക്ക് അത് കഴിയുമ്പോൾ കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് കോഴ്സിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. ദാറ്റ് ഡിപ്പെൻസ്, അവരുടെ സ്റ്റുഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരെടുക്കുന്ന കോഴ്സ്. ഇപ്പം UK-ലും കാനഡയിലും ഒക്കെ അവരവിടെ പഠിക്കുന്ന കോഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ചില കാര്യങ്ങൾ. അപ്പോൾ ആ രീതിയിലായിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ എല്ലായിടത്തും 100% പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് അങ്ങനെയാണ് കേൾക്കുന്നത്. IPSR-ലെ പ്ലേസ്മെൻറ്റ് രീതി എങ്ങനെയാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആക്ച്വലി IPSR-ൽ നമ്മൾ വേറെ ഒരു 100% പ്ലേസ്മെൻറ്റ് അങ്ങനെയല്ല നമ്മൾ പറയുക. പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് വരെ, ഒരു സ്റ്റുഡൻ്റ് ഒരു ജോബ് കയറുന്നത് വരെയുള്ള ഒരു സപ്പോർട്ടാണ് ഇവിടെ പ്ലേസ്മെൻറ്റ് ഡിവിഷൻ കൊടുക്കുക. അപ്പോൾ അത് എല്ലാ ദിവസവും നമുക്ക് റിക്വയർമെൻറ്റ്സ് വരാറുണ്ട്. നമ്മുടെ ക്ലയൻറ്റ് കമ്പനീസിൻ്റെയൊക്കെ ഉണ്ട്. അത് അവരെ അറിയിക്കുകയും അതിന് അവരെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഓരോ കൺട്രിയിലും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെയല്ല UK-ൽ വേണ്ടത്. അതുപോലെ തന്നെ റിസ്യൂവി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിന് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഓരോ കൺട്രിയിൽ അവർ ഏത് കമ്പനിയിലാണ് അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്, ഏത് കൺട്രിയിലാണ്, അതനുസരിച്ച് അവരെ മോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് ഡിവിഷനിൽ അവർ ചെയ്യുന്നത്. ഒരു പ്ലേസ്മെൻറ്റ് ഡിവിഷൻ മാത്രമല്ല, ടീം ലീഡേഴ്സ്, ഇപ്പം ഓരോ ഡിവിഷൻ്റെയും ടെക്നിക്കലായിട്ടുള്ള ടീം ലീഡേഴ്സും അവരെ മെൻറ്റർ ചെയ്യാനായിട്ട് അവരും ഇൻവോൾവ് ആണ്. അപ്പം പ്ലേസ്മെൻറ്റ് കിട്ടുന്നവരെ, പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിനകത്ത് പ്ലേസ്ഡ് ആയ സ്റ്റുഡൻസിൻ്റെ എല്ലാ ലിസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് കാറ്റഗറി സ്റ്റുഡൻസിനാണ് പ്ലേസ്മെൻറ്റ് കിട്ടുക, പ്രത്യേകിച്ച് നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന കുറേ അധികം സ്റ്റുഡൻസ് ഇവിടെ വന്ന് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും നമ്മൾ പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡും പാഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്ഡ് ആക്കാം, നിങ്ങൾ IPSR-ന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റുഡൻസിൻ്റെ പാർട്ടിൽ നിന്ന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക. അതോടൊപ്പം തന്നെ IPSR അവരെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും റെഡിയാണ് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. സോ താങ്ക് യു സോ മച്ച് മെൻഡസ് സാർ. ഈ ഒരു AI കാലഘട്ടത്ത് IT മേഖലയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോഴത്തെ ഹോട്ട് ടെക്നോളജീസ്, അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽ റിക്വയർമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സോ ഒരു IT കരിയർ നോക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ ഏത് കോഴ്സ്, IT മേഖലയിൽ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോളോ മെസ്സേജോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് IPSR-ലെ എഡ്യൂക്കേഷണൽ കൗൺസിലേഴ്സായി സംസാരിക്കാവുന്നതാണ്. എന്നാണ് നിങ്ങളുടെ പാഷൻ എന്ന് കണ്ടെത്തി അതനുസരിച്ചിട്ടുള്ള കോഴ്സ് അവർ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു. Are you confused about what to choose as the next step towards your career? Contact us and our educational counselors will help you out. If you have any IT-related doubts, you may comment below so that we can help you answer those questions in our IPSR Cast series. I will leave the link of the IPSR Cast playlist in the description as well. So, see you in the next video of IPSR Cast. Thank you and have a great day.